Hi everyone. The canonization ആണ് പഠിക്കാൻ പോകുന്നത് ജോൺ ഡണിന്റെ സെക്കൻഡ് മെറ്റഫിസിക്കൽ പോയം ബൈ ജോൺ ഡൺ. നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ ജോൺ ഡണിന്റെ മെറ്റഫിസിക്കൽ പോയം ആണ് ദ കാനനൈസേഷൻ. സോ നമുക്കത് നോക്കാം. സോ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതായത് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു പോയം എഴുതിയത്, ഏത് സമയത്താണ്. ഇംഗ്ലീഷ് റിനേസൻസ് പീരീഡിലാണ് ഈ ഒരു പോയം എഴുതുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കും. സോ വാട്ട് were the features of the 17th century English Renaissance period? It was a period of individualism, humanism, and personal freedom. Okay, so at the same time, we can say it was trying to overcome the restrictions that were imposed by the society. Okay, സൊസൈറ്റി ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോഡ്സ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് എന്നൊക്കെയുള്ള ഒരു ലിബറേഷൻ, ഒരു ഫ്രീഡം ആയിരുന്നു ഇംഗ്ലീഷ് റിനേസൻസ് പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന. സോ ആ ഒരു ബ്രേക്ക് ഫ്രീ ഫ്രം ദ ചെയിൻസ് ഓഫ് കൺട്രോൾ, ആ ഒരു തീം നമുക്ക്, അല്ലെങ്കിൽ ടു ബ്രേക്ക് ഫ്രീ ഫ്രം ദ റെസ്ട്രിക്ഷൻസ് ദാറ്റ് were imposed upon the individuals and to celebrate freedom, that individual spirit, അതൊക്കെ നമുക്ക് ഈ ഒരു പീരീഡിന്റെ ഭാഗമായിട്ട് എഴുതിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പീരീഡിന്റെ ബാക്ക് ഡ്രോപ്പിൽ എഴുതിയത് കൊണ്ട് തന്നെ കാനണൈസേഷനിലും റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഓൾറെഡി നമുക്ക് ജോൺ ഡണിനെ പറ്റിയിട്ട് വിശദമായിട്ട് അറിയാം. ഒരു മെറ്റഫിസിക്കൽ പോയറ്റ് ആണ്. ഒരു ബ്രീഫ് ബയോ സ്കെച്ച് പോലെ നമ്മൾ ബാറ്റ് മൈ ഹാർട്ടിന്റെ ക്ലാസ്സിൽ കണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു ജോൺ ഡണിന്റെ മേജർ വർക്ക്സ് എല്ലാം തന്നെ കളക്ട് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്. സോ കാനണൈസേഷനും ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് പോസ്റ്റ്മസ്ലി തന്നെയാണ്, ഇൻ 1633. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 2 years ആഫ്റ്റർ ഹിസ് ഡെത്ത്. അത് അപ്പിയർ ചെയ്യുന്ന കളക്ഷന്റെ പേര് പോയിംസ് എന്നാണ്. അതിലെ സെക്ഷൻ നെയിം സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നാണ്. ഇനി നമുക്ക് നേരെ പോയത്തിലോട്ട് പോകാം. സോ ഈ പോയം ദ കാനണൈസേഷൻ എന്ന ആ ഒരു ടൈറ്റിൽ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? ആ ഒരു കാത്തലിക് ചേർച്ചിന്റെ റിച്വൽ ആണ്. എന്താണ്? ഹൗ പീപ്പിൾ ആർ എലിവേറ്റഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് സെയിൻഹുഡ്, അല്ലെ? വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ആ ഒരു ആക്ട്, റിച്വലിസ്റ്റിക് ആക്ട് ആണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ദാറ്റ് ഈസ് മോസ്റ്റ്ലി ദി parishers after their death, due to their good deeds and due to their Catholic service, they are elevated or they are inducted into sainthood. ആ ഒരു സ്റ്റാറ്റസിൽ അവർക്ക് എലിവേഷൻ കിട്ടുകയാണ് ആഫ്റ്റർ ദ ഡെത്ത്. അപ്പൊ ആ ഒരു സെയിൻലി, ആ ഒരു സ്പിരിച്വൽ സെയിൻലി റൈറ്റ് ഓർ റിച്വൽ എന്ന മീനിങ് കൂടാതെ കാനണൈസേഷന് നമുക്ക് എന്ത് മീനിങ് കൂടെ പറയാം? ടു മേക്ക് എ വർക്ക് ഫിറ്റ് ഇൻ ടു ദ കാറ്റഗറി ഓഫ് ലിറ്റററി ക്ലാസിക്സ്, അല്ലെങ്കിൽ ഒരു കാനൺ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് ക്ലാസിക്കൽ വർക്ക്സ് ഉണ്ട്, അല്ലെ? അപ്പൊ അതിലേക്ക് ഒരു വർക്ക് എങ്ങനെ ഫിറ്റ് ഇൻ ചെയ്യാം എന്നുള്ള തരത്തിലുള്ള മീനിങ്ങും ഈ ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ജസ്റ്റ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു ടൈറ്റിലിനെ പറ്റിയിട്ട് ഒരു ഐഡിയ തന്നതാണ്. ഇനി നമുക്ക് പോയത്തിലേക്ക് പോകാം ഡയറക്റ്റ് ആയിട്ട്. നമുക്കിവിടെ 5 സ്റ്റാൻസേഴ്സ് ആണ് കാനണൈസേഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഓരോ സ്റ്റാൻസയിലും 9 ലൈൻസ് ഉണ്ട്. ഐ റിപ്പീറ്റ്, there are a total of 5 stanzas and each stanza has 9 lines. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, as a result, there are a total of 45 lines in this particular poem, and each of these stanzas end with the word love. ഓരോ സ്റ്റാൻസയും അവസാനിക്കുന്നത് ലവ് എന്ന വേർഡിൽ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലേക്ക് പോകാം. For God's sake, hold your tongue and let me love. Okay. Or chide my palsy or my gout, my 5 grey hairs or ruined fortune flowered. With wealth your state, your mind with arts improve. Take your course, get your place, observe his honor or his grace.
or the king's real or his stamped face. Contemplate what you will approve, so you will let me love. Alas, alas, who's injured by my love? What merchants' ships have my sighs drowned? Who says my tears have overflowed his ground? When did my coals a forward spring remove? When did the heats which my veins fill add one more to the plague bill? Soldiers find wars, and lawyers find out still. Litigious men which quarrels move, though she and I do love. Call us what you will. We are made such by love. Call her one, me another fly. We are tapers too, and at our own cost die. And we in us find the eagle and the dove. The phoenix riddle hath more wit by us. We two being one are it. So, to one neutral thing, both sexes fit. We die and rise the same and prove mysterious by this love. Okay. We can die by it, if not live by love. And if unfit for tombs and hears, our legend be, it will be fit for verse. And if no piece of chronicle we prove, we'll build in sonnets pretty rooms. As well, a well-wrought urn becomes the greatest ashes, as half-acre tombs, and by these hymns all shall approve us canonized for love, and thus invoke us. You whom reverent love made one another's hermitage, you to whom love was peace that now is rage, who did the whole world's soul contract and draw into the glasses of your eyes, so made such mirrors and such spies that they did all to you epitomize. Countries, towns, courts beg from above a pattern of your love. So that is the poem. So first ഈ ഒരു സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് the speaker is addressing a listener. Okay, ഒരാളോട് പറയാണ്, for God's sake hold your tongue, just keep silence. I want to make love to my beloved. I just want to love my beloved. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാമോ? നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണോ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്നെ സ്കോൾഡ് ചെയ്യാം, എന്നെ വഴക്ക് പറയാം അബൌട്ട് മൈ പോളിസി. ദാറ്റ് മീൻസ് എൻ്റെ ആ ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ഷെയ്ക്ക്, അതായത് ഇങ്ങനെ വിറച്ചിട്ടുള്ള ഒരു ബോഡി സിക്നെസ് ആണ് നമ്മള് പാരലൈസ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ആ ഒരു പോളിസി, എൻ്റെ ഒരു ഡിസീസിനെ നിങ്ങൾക്ക് കളിയാക്കാം. അല്ലെങ്കിൽ എൻ്റെ ഗൗട്ട്, എന്താണ് ഗൗട്ട്? അതും ഒരു ഡിസീസാണ്. സ്വോളൻ ജോയിന്റ്സ് ഒക്കെ സ്വെല്ലാകുമ്പോൾ വരുന്നൊരു ഡിസീസാണ്. സോ അതും അല്ലെങ്കിൽ എൻ്റെ ഗ്രേ ഹെയർസ്, എൻ്റെ 5 ഗ്രേ ഹെയർസ്, ഇറ്റ്സ് എ റെഫറൻസ് ടു എൻ്റെ ഓൾഡ് ഏജിനെ നിങ്ങൾക്ക് കളിയാക്കാം. ഓർ റൂയിൻ ഫോർച്യൂൺ ഫ്ലോട്ട്, നിങ്ങൾക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഫോർച്യൂൺസ്, അത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ എന്താണ് ഐശ്വര്യങ്ങളെ പറ്റിയിട്ട്, മീൻസ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞ എൻ്റെ നല്ല ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നിങ്ങൾക്ക് കളിയാക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാം. യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ സ്റ്റേറ്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രോസസ്സിന്, നിങ്ങളുടെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാം.
ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം, അല്ലെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഡിസ്പോസിഷൻ കുറച്ചും കൂടെ നന്നാക്കാം, നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെ നിങ്ങൾക്ക് നന്നാക്കാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്കിൽസ്, ആർട്സിലുള്ള നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ആക്കാം. ഓക്കെ, അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോവുക, അതും അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും റിച്ച് ആയിട്ടുള്ള നോബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സെർവ് ചെയ്യുക, അവരുടെ റെസ്പെക്റ്റിന് വേണ്ടി, ഓണറിന് വേണ്ടി, അവരുടെ ഗ്രേസിന് വേണ്ടിയിട്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് രാജാവിന് വേണ്ടിയിട്ട് എന്താണ് എന്തെങ്കിലും ചെയ്യാം. രാജാവിന്, യഥാർത്ഥത്തിലുള്ള രാജാവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റാമ്പ്സിലൊക്കെ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ കോയിൻസിലൊക്കെ കാണുന്ന ആ ഒരു ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഫേസ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഓർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് റിയൽ രാജാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ആസ് യു നോ, ഇപ്പൊ നമ്മൾ സ്റ്റാമ്പ്സിലും കോയിൻസിലും ഒക്കെ എന്താണ് ഉള്ള ഫേസ് എന്ന് പറയുമ്പോൾ ആ കാലത്ത് എന്താണ് സ്റ്റാമ്പ്ഡ് ഫേസ് ആണ്. അപ്പൊ അത് റിയൽ ആയിട്ടുള്ള കിങ് അല്ല. അപ്പം either you can serve the real king or you can contemplate. That means you can think about the king's face on a stamp or a coin, whatever may be the surface where it is imposed. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അത് അപ്രൂവ്ഡ് ആവുന്നത്, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം വാട്ട് യു വിൽ അപ്രൂവ്, നിങ്ങൾ തന്നെ ചെയ്യുന്നതിനോട് അപ്രൂവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് ലവ് ചെയ്യാൻ വിടൂ. സോ യു വിൽ ലെറ്റ് മീ ലവ്. അതാണ് അദ്ദേഹം പറയുന്നത്. അലാസ് അലാസ് ഹൂസ് ഇൻജോർഡ് ബൈ മൈ ലവ്. കാരണം ആരാണ്, സോ ഇനി വരുന്ന ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിലുടനീളം അദ്ദേഹം ചില റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് റെട്രിക്കൽ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത? വാട്ട് ഇസ് എ റെട്രിക്കൽ ക്വസ്റ്റ്യൻ? എ റെട്രിക്കൽ ക്വസ്റ്റ്യൻ is a question that is not asked for getting an answer. It is just a question that is asked to emphasize a point. അതായത് ഒരു യെസോ നോയോ ഒരു എക്സ്പ്ലനേഷനോ വേണ്ടിയിട്ടല്ല ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മറിച്ച് ഒരു പോയിന്റ് അവിടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത്. എന്താണ്? ലിസണറിനോട് അങ്ങോട്ട് പറയുകയാണ്, ആരാണ്, ഹു ഇസ് ഇൻജോർഡ് ബൈ മൈ ലവ്. അത് മാത്രം, ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ആർക്കാണ് ഇത്ര പ്രശ്നവും നമ്മൾ പറയില്ല. അപ്പം ആരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്? ഹു ഈസ് ഗോയിങ് ടു ഗെറ്റ് ഇൻജോർഡ് ബൈ മൈ ലവ്? ആരെയാണ് മുറിവേൽപ്പിക്കുന്നത് എന്റെ സ്നേഹം? ഇനി വരുന്നതെല്ലാം കുറച്ച് പെട്രാർക്കൻ കൺസീറ്റ്സുകളെ വിമർശിക്കുന്ന രീതിയിലുള്ള എ ക്രിട്ടീക്ക് ഓഫ് പെട്രാർക്കൻ കൺസീറ്റ്സ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ ലൈൻസിനെ കാണാനായിട്ട്. പെട്രാർക്കൻ കൺസീറ്റ്സ് എല്ലാം വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്ന കൺസീറ്റ്സ് ആണ്. അപ്പൊ അതില് കുറച്ച് കൺസീറ്റ്സ് ഇവിടെ ജോൺഡൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഹിസ് എയിം ഇസ് ടു ക്രിട്ടീക്ക് പെട്രാർക്കൻ കൺസീറ്റ്സ് ആൻഡ് ഓൾസോ എന്താണ് ആ ഒരു ലവിനെ എലിവേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ലവിന്റെ ആ ഒരു ട്രാൻസെൻഡന്റൽ നേച്ചർ ബിയോണ്ട് ദ ഫിസിക്കൽ, ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോയി വെക്കുകയാണ് അദ്ദേഹം. ആ ഒരു ഹൈ പെഡസ്റ്റലിൽ ലവിനെ പ്ലേസ് ചെയ്യണം അദ്ദേഹം, ദ ലവ് ഫോർ ഹിസ് ബിലവഡ്. സോ ദ ഫിസിക്കൽ ട്രാൻസെൻസ് ഇൻ ടു ദി എന്താണ് എക്സ്ട്രാ ഓർഡിനറി. അപ്പം അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വലിലേക്ക് അതിനെത്തിക്കണം. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം യൂസ് ചെയ്യുന്ന കൺസീറ്റ്സ് ആണ് ഏതൊക്കെയാണ്? പെട്രാർക്കൻ കൺസീറ്റ്സിനെ ശരിക്കും കളിയാക്കിക്കൊണ്ടാണ്. വാട്ട് മെർച്ചന്റ് ഷിപ്സ് ഹാവ് മൈ സൈസ് ഡ്രോൺ? എന്റെ നിശ്വാസങ്ങളെല്ലാം ഏതെങ്കിലും മെർച്ചന്റ്സിന്റെ ഷിപ്സിനെ ഡ്രോൺ ചെയ്തിട്ടുണ്ടോ, മുക്കിയിട്ടുണ്ടോ? ഓക്കെ, കടലിൽ മുക്കിയിട്ടുണ്ടോ? ഹൂ സേസ് മൈ ടിയേഴ്സ് ഹാവ് ഓവർഫ്ലോഡ് ഹിസ് ഗ്രൗണ്ട്? ആരാ പറഞ്ഞത് എന്റെ കണ്ണീരെല്ലാം ആരുടെയെങ്കിലും ലാൻഡ് ഫ്ലഡഡ് ആക്കിയിട്ടുണ്ടോ? വെൻ ഡിഡ് മൈ കോൾസ് എ ഫോർവേഡ് സ്പ്രിംഗ് റിമൂവ്? എന്റെ ലവറിന് ഞാൻ ലവ് കൊടുക്കുമ്പം അവരെനിക്ക് തരുന്ന കോൾഡ് റെസ്പോൺസ് കാരണം എന്തെങ്കിലും സ്പ്രിംഗ്, വരാനിരുന്ന സ്പ്രിംഗ് നിന്ന് പോയിട്ടുണ്ടോ? വെൻ ഡിഡ് ദ ഹീറ്റ്സ് വിച്ച് മൈ വെയിൻസ് ഫിൽ ആഡ് വൺ മോർ ടു ദ പ്ലേഗ് ബിൽ? അതുപോലെ തന്നെ എപ്പോഴാണ് എൻ്റെ ഞരമ്പുകളിൽ ഉണ്ടായ തീവ്രമായ ആ ഒരു എന്താണ് ചൂട് തട്ടി ഒരാളെങ്കിലും കൂടുതൽ ഈ പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടത്?
കാരണം ഇതെല്ലാം എൻ്റെ ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നോട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഓക്കെ, സോ when did the heat switch my veins will add one more to the plague bill. So plague is a disease that was spread by rats അല്ലെ. അപ്പൊ നമുക്കറിയാം ദ ഗ്രേറ്റ് പ്ലേഗ് ഒക്കെ ബ്രിട്ടനിൽ എഫക്ട് ചെയ്ത ടൈം ഉണ്ട്. സോ അതിന്റെ ഒരു റെഫറൻസും കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ എൻ്റെ ആ ഒരു എന്താണ് വെയിൻസിലെ ചൂട് തട്ടി പ്ലേഗ്സ് ആർക്കെങ്കിലും ഈ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ ഈ പ്ലേഗ് വന്നിട്ടുണ്ടോ? സോൾജേഴ്സ് ഫൈൻഡ് വാർസ് ആൻഡ് ലോയേഴ്സ് ഫൈൻഡ് ഔട്ട് സ്റ്റിൽ ലിറ്റിജിയസ് മെൻ. അപ്പം കാര്യങ്ങളെല്ലാം യഥാർത്ഥ മുറയ്ക്ക് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിങ്സ് ആർ ഹാപ്പനിങ് ആസ് ദേ ഷുഡ് ബി. സോൾജേഴ്സ് യുദ്ധത്തിന് പോകുന്നുണ്ട്, അഡ്വക്കേറ്റ്സ് ആളുകളെ, അവർക്ക് വേണ്ട ആളുകളെ ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട്. ലിറ്റിജിയസ് മെൻ, അതായത് ക്വാറൽ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത് ഐ നീഡ് സം ക്വാളിറ്റി ടൈം വിത്ത് മൈ ബിലവഡ്. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഷീ ആൻഡ് ഐ ഡു ലവ്. ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ലോകത്ത് അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്നേഹം ഒന്നിനെയും എഫക്ട് ചെയ്യുന്നില്ല. ഞങ്ങളെ ഞങ്ങളുടെ രീതിക്ക് അങ്ങ് വിട്ടേക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഓക്കെ. സോ നമ്മളിനി തേർഡ് സ്റ്റാൻസയിലേക്ക് പോവുകയാണെങ്കിൽ, call us what you will, we are made such by love. നിങ്ങൾക്ക് എന്തും വിളിക്കാം, ഞങ്ങളുടെ ഈ സ്നേഹത്തിന് എന്തും വിളിക്കാം. ഞങ്ങളെ ഫ്ലൈസ് ആയിട്ട് വിളിക്കാം. ഞാനൊരു ഫ്ലൈ, അവള് മറ്റൊരു ഫ്ലൈ. വി ആർ ടേപ്പേഴ്സ് ടു, ഞങ്ങൾ കാൻഡിൽസും ആണ്. ആൻഡ് ടവർ ഓൺ കോസ്റ്റ് ഡൈ അല്ലെ. സോ നമ്മളിപ്പം ഫ്ലൈ അല്ലെങ്കിൽ മോത്തിനെ കൺസിഡർ ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ കാൻഡിൽസിനെ കൺസിഡർ ചെയ്ത, ഇതിന്റെ ഒരു പ്രത്യേകത കാൻഡിൽസ് തന്നെ ബേൺ ചെയ്ത് മെൽറ്റ് ആയി പോവുകയാണ്, ഇല്ലാണ്ടായി പോവുകയാണ്. അതുപോലെ മോത്ത് അല്ലെങ്കിൽ ഫ്ലൈയെ നോക്കുവാണെങ്കിലോ, അത് ശരിക്കും ഈ കാൻഡിൽസിന്റെ അടുത്തോട്ടേക്ക് എന്താണ് ഈ ലൈറ്റ് കാണുമ്പോൾ അങ്ങോട്ട് പറന്നു പോവുകയാണ് അല്ലെ. സോ അങ്ങനെ പറന്നു പോയി ആ ഫയറില് അതും ഇല്ലാണ്ടാവുകയാണ്. സോ രണ്ടും ദേ ആർ ആക്ച്വലി ഡൈയിങ് അറ്റ് ദെയർ ഓൺ കോസ്റ്റ് അല്ലെ. ടേപ്പേഴ്സ്, കാൻഡിൽസ് ആയാലും ഫ്ലൈസ് ആണെങ്കിലും തന്നെ അങ്ങ് ദേ ആർ ആക്ച്വലി ഡൈയിങ് അറ്റ് ദെയർ ഓൺ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആൻഡ് ഞങ്ങളിലേക്ക് വരുമ്പോൾ, ഞാനും എൻ്റെ ബിലവഡിന്റെയും കേസ് എടുക്കുവാണെങ്കിൽ, what is resting within us is actually some opposites or paradoxes. സോ ഇനി പോയിട്ട് പറയുന്നത് ശരിക്കും ചില പാരഡോക്സസിനെ പറ്റിയിട്ടാണ്. അതായത് ഞാനും എൻ്റെ ബിലവഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ തന്നെയാണ് ഈഗിളും ഡവും ഉള്ളത്. ഇപ്പം ഈഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മാസ്കുലിൻ ഇമേജറി തരുന്ന ഒരു ബേർഡും, ഡവ് എന്ന് പറയുമ്പം വളരെ മീക്ക് ആയിട്ടുള്ള ഫെമിനിൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മൾ കൊടുക്കുന്ന ഒരു ബേർഡുമാണ്. അപ്പൊ ഈ രണ്ട് ഓപ്പോസിറ്റ് ക്വാളിറ്റീസും ഞങ്ങളിലുണ്ട്, ഞാനും എൻ്റെ ബിലവഡിലും ഉണ്ട്. സോ ഇതൊരു ഒരു മെറ്റഫിസിക്കൽ ഫീച്ചർ ആണ്, മെറ്റഫിസിക്കൽ പോയത്തിന്റെ ഒരു പെക്യൂലിയാരിറ്റി ആണ്. നമ്മൾ ബാറ്റർ മൈ ഹാർട്ട് പഠിച്ചപ്പോഴും കണ്ടിട്ടുണ്ട് ഹൗ പാരഡോക്സസ് ആർ യൂസ്ഡ് ഇൻ മെറ്റഫിസിക്കൽ പോയിന്റ്സ്. സോ ഇതും ഓപ്പോസിറ്റ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു, അങ്ങനെ ഒരു പോയത്തിന്റെ ആ ഒരു ഇന്റലക്ച്വൽ ഡെപ്തും ആ ഒരു ഇഫക്റ്റും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജോൺ റൺ യൂസ് ചെയ്യുന്നത് പാരഡോക്സ്. അതുപോലെ ദ ഫീനിക്സ് റിഡിൽ. ഫീനിക്സ് എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ ബേർഡ് ആണ്. ഇറ്റ് ആക്ച്വലി ഡൈസ് ഇൻ ഫയർ ഓക്കെ, ഡെത്ത് ബൈ ഫയർ ആണ്. പക്ഷെ ആ ആഷസിൽ നിന്നും വീണ്ടും റിസറക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ക്രൈസ്റ്റിന്റെ ആ ഒരു റിസറക്ഷൻ തീമും കൂടെ നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, സോ ഞാനും എൻ്റെ ബിലവഡിൽ തന്നെയാണ് ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ഈഗിൾ ആൻഡ് ഡൗ രണ്ടും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുപോലെ ഫീനിക്സ് റിഡിൽ, അതും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന് കൂടുതൽ ഇന്റലിജൻസ് കൊണ്ടുവരുന്നത്, ഐ മീൻ അത് കൂടുതൽ അർത്ഥവത്താകുന്നത് ഞങ്ങളിലൂടെയാണ്. മീൻസ് ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് എല്ലാം. അപ്പൊ ഫീനിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഡെത്ത് ആൻഡ് റിസറക്ഷൻ, അതും പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു തീമാണ്.
സോ ഈ മെറ്റഫിസിക്കൽ പോയട്രിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൽ ഒന്നാണ് പാരഡോക്സ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള. സോ ഇവിടെ നിങ്ങൾക്ക് അത് എടുത്തു പറയാൻ പറ്റും. ഈഗിൾ ആൻഡ് ഡൗ, ദ ഫീനിക്സ് റിഡിൽ, ഇതൊക്കെ കൊണ്ട്. സോ വി ടു ബീങ് വൺ ആർ ഇറ്റ്. അപ്പൊ ഞങ്ങള് രണ്ടാണെങ്കിലും ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. സോ ടു വൺ ന്യൂട്രൽ തിങ് ബോത്ത് സെക്സസ് ഫിറ്റ്. സോ ഇതൊരു ആൻഡ്രോജിനസ് ആയിട്ടുള്ള ഒരു മെറ്റഫർ ആണ് നമുക്കിവിടെ ഫീനിക്സ് റിഡിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഫീമെയിൽ മെയിൽ എന്നുള്ള ഒരു സെപ്പറേഷൻ ഇല്ല, മറിച്ച് എന്താണ്, വി ആർ ജസ്റ്റ് വൺ ന്യൂട്രൽ തിങ്. രണ്ട് സെക്സസും ഫിറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ എൻറ്റിറ്റി ആണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്. സോ ഞങ്ങൾ മരിക്കുന്നു, ഒരേ സമയം തന്നെ ഞങ്ങൾ ഉയർത്തെണീക്കുകയും ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലവ് ആണ് ഞങ്ങളുടേതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, we can die by it, if not live by love. And if unfit for tombs and years, our legend be, it will be fit for words. And if no piece of chronicle we prove, we'll build in sonnets pretty rooms, as well a well-wrought urn becomes the greatest ashes as half-acre tombs. And by these hymns, all shall approve as canonized for love. സോ ഫോർത്ത് സ്റ്റാൻസയില് അദ്ദേഹം പറയുന്നത്, സ്പീക്കർ പറയണം, ഇപ്പൊ ഞങ്ങൾക്ക്, എനിക്കും എന്റെ ബിലവഡിനും ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഞങ്ങളുടെ സ്നേഹത്തിലൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിലൂടെ മരിക്കും. ആൻഡ് ഓൾസോ ടൂംസ്, വലിയ മോണിമെന്റ്സ്, അതുപോലെ ടൂംസ് മീൻസ് ദോസ് ബിഗ് മോണിമെന്റ്സ് അല്ലെ, ഒരു ബിഗ് ആയിട്ട്, ഐ മീൻ വലിയ വലിയ ആളുകളുടെ ഒരു ഗ്രേറ്റ് ഡീഡ്സ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ അവർക്ക് വേണ്ടി മോണിമെന്റ്സ് പണിയാറുണ്ട്, ടൂംസ് അല്ലെ. അതുപോലെ ഹിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കെനോപ്പി പോലെ ടൂംസിന് സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ്. സോ ഞങ്ങളുടെ ഈ ഒരു പ്രണയ കഥ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ലവ് ശരിക്കും വലിയ മോണിമെന്റ്സോ ഹിയേഴ്സിനോ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് ഫിറ്റ് ആയിട്ടുള്ള, അതിന് മാച്ച് ചെയ്യുന്ന ഒന്നുമല്ല. പക്ഷേ ഞങ്ങളുടെ ലെജൻഡ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ കഥയെന്ന് പറയുന്നത് വേർഡ്സ് അല്ലെങ്കിൽ പോയട്രിക്ക് ഏറ്റവും ബിഫിറ്റിംഗ് ആയിട്ട് യോജിക്കുന്ന ഒന്നാണ്. അപ്പൊ ഞങ്ങളുടെ മോണിമെന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പോയട്രിയാണ്. പോയട്രി ആയിരിക്കും ഞങ്ങളുടെ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ലവ് പ്രിസർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ആൻഡ് ഇഫ് നോ പീസ് ഓഫ് ക്രോണിക്കിൾ വി പ്രൂവ്. അപ്പൊ ക്രോണിക്കിൾ മീൻസ് ഗ്രേറ്റ് സ്റ്റോറീസ് അല്ലെ. അപ്പം ഒരുപാട് വലിയ വലിയ ഹിസ്റ്ററി ബുക്സും ഗ്രേറ്റ് ക്രോണിക്കിൾസും അനാൽസും ഒന്നും ആയിരിക്കത്തില്ല ഞങ്ങളുടെ ഈ ലവ് സ്റ്റോറി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ചെറിയ ചെറിയ സോണറ്റ്സ് ആയിരിക്കും അല്ലെ. പോയിട്രി, സോണറ്റ്സ് അറിയാൻ നമുക്ക് എന്താണ് പോയിട്രി. അപ്പൊ സോണറ്റ്സിൽ അല്ലെങ്കിൽ പോയിട്രിയില് ഞങ്ങള് നല്ല പ്രിറ്റി റൂംസ് ഉണ്ടാക്കും. ദാറ്റ് മീൻസ് അവർ ലവ് ഷാൽ ബി പ്രിസർവ്ഡ് ത്രൂ പോയിട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. As well a well-wrought urn becomes the greatest ashes as half-acre tombs, and by these hymns all shall approve as canonized for love. നമുക്കറിയാം ഓൾ ടു എ ഗ്രേഷ്യൻ ഏൺ ബൈ ജോൺ കീറ്റ്സ്, നമ്മൾ വായിച്ചിട്ടുള്ള പോയമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു വെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഏൺ, ഓക്കെ, ആ ഒരു പോട്ടില് നമ്മൾ ആഷസ് നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് വലിയ വലിയ ഹാഫ് ഏക്കർ മോണിമെന്റ്സ് ടൂംസിൽ ഈ മെമ്മറി, ഹീറോസിന്റെ ഒക്കെ ഡീഡ്സ്, അതിന്റെ മെമ്മറി പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ എക്സാക്ട്ലി ദ സെയിം വേ, ഇൻ എക്സാക്ട്ലി ദ സെയിം വേ ഈ പോയിട്രി, ഹിംസ് മീൻസ് ഈ വേർഡ്സസ്, ഈ പോയറ്റിക് ലൈൻസിലൂടെ ഞങ്ങൾ എന്നെന്നും ഞങ്ങളുടെ സെയിൻലി ലവ് പ്രിസർവ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഞങ്ങൾ ശരിക്കും ആ ഒരു സെയിൻഹുഡിലേക്ക് എലിവേറ്റഡ് ആവുകയാണ്, ഞാനും എന്റെ ബിലവഡും, ഞങ്ങളുടെ സ്നേഹം. ഓക്കെ, ഈ പോയിട്രി, ഈ വേഴ്സസ് ആയിരിക്കും ഞങ്ങളുടെ ലവ് പ്രിസർവ് ചെയ്യുന്നത്. ഞങ്ങളെ ഫോർ എവർ ഞങ്ങളുടെ ലവ് കാനണൈസ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു ബി എലിവേറ്റഡ് ഇൻ ടു ദ സ്റ്റാറ്റസ് ഓഫ് സെയിൻഹുഡ് ആൻഡ് അവർ ലവ് വിൽ ബി പ്രിസർവ് ബൈ ദിസ് ഹെംസ് ഓഫ് പോയിട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റാൻസ, നമ്മുടെ ഫിഫ്ത്ത് സ്റ്റാൻസയിലോട്ട് പോവാണ്. And thus invokers, you whom reverent love made one another's hermitage, you to whom love was peace that now is a rage, who did the whole world's soul contract and drove into the glasses of your eyes, so made much
mirrors, and such spies that they did all to you epitomize countries, towns, courts, beg from above a pattern of your love. അപ്പോ ഞങ്ങളുടെ ലവ് അങ്ങനെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു റിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ സെയിൻസ് ആയിട്ട് ഞങ്ങളുടെ ലവ് എലിവേറ്റ് ചെയ്യപ്പെട്ടു, സെയിൻഹുഡിലേക്ക് ഞങ്ങൾ ഇൻഡക്ട് ചെയ്യപ്പെട്ടു. മീൻസ് ഞങ്ങളുടെ ലവ്, അവർ ലവ് ഹാസ് ട്രാൻസെൻഡഡ് ഓൾ ബൗണ്ടറീസ്. ആ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വിട്ട് ആ ഒരു സ്പിരിച്വൽ വേൾഡിലേക്ക് എത്തി. അപ്പോ നിങ്ങൾ, അതായത് ഏർത്ത്ലി ലവ് പൊസസ് ചെയ്യുന്ന ആളുകൾ, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകത്ത് അല്ലെങ്കിൽ ഏർത്തിൽ താമസിക്കുന്ന ഏർത്ത്ലി ലവേഴ്സ് എന്ന് നമുക്ക് പറയാം. അവര് ഞങ്ങളെ പറ്റി പറയാണ്, ദേ ആർ ഇൻവോക്കിംഗ് എസ്. അവര് ഞങ്ങളെ ഓർത്ത് പറയാണ്, യു ഹൂം റെവറന്റ് ലവ് മെയ്ഡ് വൺ അനദേഴ്സ് ഹെർമിറ്റേജ്. നിങ്ങളുടെ ലവ് എന്ന് വെച്ചാൽ വളരെ സ്പിരിച്വൽ ആൻഡ് പ്യുവർ ആയിട്ടുള്ള ഒരു സെയിൻലി ലവ് ആണ്. അത് കാരണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം അവരവരുടെ പ്രൈവറ്റ് സാങ്ച്വറി ആകുന്നു. ഹെർമിറ്റേജ് മീൻസ് പ്രൈവറ്റ് സാങ്ച്വറി, അതായത് ഒരാൾ മറ്റൊരാൾക്കുള്ള ഒരു സാങ്ച്വറി, ഒരു പ്രൈവറ്റ് സാങ്ച്വറി ആകുന്നു. യു ടു ഹൂം ലവ് വാസ് പീസ് ദാറ്റ് നൗ ഇസ് റേജ്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം സ്നേഹിച്ചപ്പോൾ അത് ശരിക്കും ഒരു പീസ്ഫുൾ ഇമോഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊരു വൈൽഡ് പാഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ലവിന്റെ ഇന്റൻസിറ്റി ഒരുപാട് കൂടി. ഇപ്പോ നിങ്ങൾക്ക് അതൊരു റേജ് ആണ്. മീൻസ് നിങ്ങൾക്കൊരു ഇത് ശരിക്കും ഏർത്ത്ലി ലവേഴ്സ് ഇവര് ഹെവനിൽ നിൽക്കുന്ന ഇവരെ നോക്കി നമ്മുടെ സ്പീക്കറിന്റെയും ബിലവഡിന്റെയും ആ ഒരു ലവിനെ പറ്റി ഏർത്ത്ലി ലവേഴ്സ് ഹെവനിലുള്ള അവരെ പറ്റിയിട്ട് പറയാണ്. ഓക്കെ, സോ ഇത് ശരിക്കും സ്പീക്കർ ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഒരു ലിസണർ ഉണ്ട്. ആ ലിസണറിനോട് അഡ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. അങ്ങനെ തുടങ്ങി അവസാനം ഈ 5th സ്റ്റാൻസയിൽ എത്തുമ്പോൾ സ്പീക്കർ പറയുന്നത്, ഇങ്ങനെ ഞങ്ങളുടെ ലവ് എലിവേറ്റ് ചെയ്ത് ട്രാൻസെൻഡ് ചെയ്ത് ആ ഒരു വലിയൊരു ലെവലിലേക്ക് എത്തുമ്പോൾ താഴെയുള്ള ഏർത്ത്ലി ലവേഴ്സ് ഞങ്ങളെ ഇൻവോക്ക് ചെയ്യുന്നു, ഞങ്ങളെ ഓർക്കുന്നു. അവര് പറയാണ്, നിങ്ങളുടെ ആ ഒരു വളരെ പ്രിസ്റ്റീൻ പ്യുവർ റെവറന്റ് ലവ്, ആ ഒരു പ്യുവർ ആയിട്ടുള്ള ലവ് കാരണം നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം തുണയും ആ ഒരു പ്രൈവറ്റ് സാങ്ച്വറിയും ആകുന്നു. ബിഗിനിങ്ങിൽ നിങ്ങളുടെ ലവ് പീസ് ആയിരുന്നു, ഇപ്പൊ അതൊരു ഇന്റൻസ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. ആൻഡ് ഹൂ ഡിഡ് ദ ഹോൾ വേൾഡ്സ് സോൾ കോൺട്രാക്ട് ആൻഡ് ഡ്രോ ഇൻ ടു ദ ഗ്ലാസസ് ഓഫ് യുവർ ഐസ്. അപ്പോ നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ ലോകത്തിന്റെ മുഴുവൻ അന്തർസത്തെയും ആ ഒരു ആത്മാവിനെയും നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിലൂടെ ചുരുക്കിക്കൊണ്ടുവന്ന് ഈ ലോകത്തിന്റെ എല്ലാ എസെൻസും ആത്മാവും നിങ്ങൾ ചുരുക്കി നിങ്ങളുടെ കണ്ണുകളിലേക്ക് കൊണ്ടുവന്നു. അതായത് ഗ്ലാസസ് ഓഫ് യുവർ ഐസ് മീൻസ് ടു ഈച്ച് അതേഴ്സ് സൈറ്റ്. പരസ്പരമുള്ള നിങ്ങളുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആ സൈറ്റിൽ നിങ്ങൾക്ക് പരസ്പരം ഈ ഹോൾ വേൾഡിന്റെ ആ ഒരു എസെൻസും സോളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും മറ്റൊന്നുമല്ല അർത്ഥമാകുന്നത്, ശരിക്കും ആ ഒരു ട്രാൻസെൻഡന്റൽ സ്പിരിച്വൽ ബ്യൂട്ടി, ആ ഒരു ലവ് എങ്ങനെയാണ് ഏർത്ത്ലി ലെവലിൽ നിന്ന് ട്രാൻസെൻഡ് ചെയ്ത് ആ ഒരു ഹയർ ഡൊമൈനിലേക്ക് എത്തി, ആ ഒരു ഡിവൈൻ ലെവലിലേക്ക് എത്തി എന്നുള്ളത് കാണിക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ലവറും അതായത് നമ്മുടെ സ്പീക്കറും തന്റെ ബിലവഡും പരസ്പരം നോക്കുമ്പോൾ ആ കണ്ണുകളിൽ ഈ മുഴുവൻ യൂണിവേഴ്സിന്റെയും ആ ഒരു എസെൻസും സോളും ചുരുങ്ങി കാണാൻ സാധിക്കുന്നുണ്ട്. so made such mirrors and such spies that they did all to epitomize. so അപ്പൊ അവർക്ക് പരസ്പരം, മിറർ മീൻസ് റിഫ്ലക്ഷൻ ആണ് അല്ലെ. മിറർ എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഫ്ലക്ഷൻ ആണ്. അവർക്ക് പരസ്പരം അത് കാണാൻ സാധിക്കുന്നുണ്ട്. ലവറിന് ബിലവഡിന്റെ കണ്ണുകളിലൂടെയും ബിലവഡിന് നമ്മുടെ ലവറിന്റെ കണ്ണുകളിൽ കൂടെയും ആ ഒരു ഇത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സച്ച് സ്പൈസ് ദാറ്റ് ദേ ഡിഡ് ഓൾ ടു എപ്പിറ്റമൈസ്. അങ്ങനെ സ്പൈസ് മീൻസ് ആ ഒബ്സർവേഷൻ, ആ ഒരു ഒബ്സർവേഷനിലൂടെ ഈ വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു എസെൻസ് ആണ് അത് ശരിക്കും റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം ആ ഒരു എസെൻസ്, അതിന്റെ ബ്യൂട്ടിയിൽ, അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളിലൂടെ പരസ്പരം കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ആ ഒരു ലവിന്റെ സ്ട്രെങ്ത്തും ബ്യൂട്ടിയും.
countries, towns, courts beg from above a pattern of your love. അപ്പൊ ഇത് കണ്ട് ശരിക്കും ആ earthly lovers അല്ലെ, പല പല രാജ്യങ്ങളിലുള്ള, പല പല സിറ്റീസിലുള്ള, പല പല കോർട്സിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച്, അല്ലെങ്കിൽ earthly lovers അവര് നോക്കി കാണുന്നു. കൂടാതെ എല്ലാ ആളുകളും, ഏർത്തിലുള്ള നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഞങ്ങളിലേക്ക്, ഹെവനിൽ നിൽക്കുന്ന ഞങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പറയണ എ പാറ്റേൺ, ബെഗ് ഫ്രം എബോ എ പാറ്റേൺ ഓഫ് യുവർ ലവ്. എന്തൊരു നല്ല സ്നേഹമാണ്, എന്തൊരു നല്ല ഐഡിയൽ പാറ്റേൺ ആണ്, മീൻസ് എന്തൊരു നല്ല മോഡൽ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അത്തരത്തിലുള്ള വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലവ് ആണ്, ഒരു ഐഡിയൽ പാറ്റേൺ ആണ്. ഇത് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവർ യാചിക്കുകയാണെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. സോ ദേ ബെഗ് ഫ്രം അബവ് അല്ലെ, എ പാറ്റേൺ ഓഫ് യുവർ ലവ്. ഞങ്ങൾക്ക് ഇതുപോലൊരു പാറ്റേൺ, ഒരു ഐഡിയൽ മോഡൽ ഓഫ് ലവ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് an analysis of the poem. I hope ഈ ഒരു പോയം വളരെ ഈസി ആണ്, എനിക്ക് മനസ്സിലായെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കെൻ ആസ്ക് മീ. ഒരു 5 സ്റ്റാൻസാസിലായിട്ട് പോവുകയാണ്. ബിഗിനിങ് ഇറ്റ് സെൽഫ് ഒരു ലിസ്ണറിനോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയോ, ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എന്ന് പോയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് സെക്കൻഡ് സ്റ്റാൻസയിൽ വന്നിട്ട് ഒരു 5 റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് പറയുകയാണ്. ആ റെട്രിക്കൽ ക്വസ്റ്റ്യൻസിലൂടെ തന്റെ ലവ് എത്രമാത്രം ഹാംലെസ് ആണ്, ആരെയും ദ്രോഹിക്കാത്ത ഒരു വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ലവ് ആണ് എനിക്ക് എന്റെ ബിലവഡിനോടുള്ളത്. സോ ഞങ്ങളെ ആരും അതുകൊണ്ട് ഉപദ്രവിക്കാൻ വരല്ലേ. അതിന് അദ്ദേഹം ഒരുപാട് കൺസീറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പെട്രാർക്കൻ കൺസീറ്റ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും പെട്രാർക്കൻ കൺവെൻഷൻസിനെ കളിയാക്കുന്ന ഒരു രീതി കൂടിയാണ്. പിന്നീട് മൂന്നാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം ഒരുപാട് മെറ്റഫേഴ്സും ഒരുപാട് പാരഡോക്സസും യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഫീനിക്സ് റിഡിൽ എടുത്താലും ഈഗിൾ ആൻഡ് ഡൗ എടുത്താലും ഒക്കെ. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് വി ആർ നോട്ട് ടു ബട്ട് വൺ എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് തന്നെയാണ് അദ്ദേഹം വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയില് എങ്ങനെയാണ് ഞങ്ങളുടെ ലവ് ഇമോർട്ടൽ ആകുന്നത് അതാണ് അദ്ദേഹം പറയുന്നത്. ഹൗ അവർ ലവ് വിൽ ബി പ്രിസർവ്ഡ് ഫോർ എവർ. ദാറ്റ് വിൽ നോട്ട് ബി ത്രൂ എനി ബിഗ് മോണുമെന്റ്സ്, ടൂംസ് ഓർ ഹിയേഴ്സസ്. പക്ഷെ പോയിട്രി ആയിരിക്കും ഞങ്ങളുടെ ലവിനെ പ്രിസർവ് ചെയ്ത് ഇമോർട്ടൽ ആക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ആ ഹോൾ വേൾഡ്സ് എസൻസ്, ആ ഒരു സോൾ ഞങ്ങൾക്ക് പരസ്പരം കണ്ണുകളിലൂടെ റിഫ്ലക്റ്റ് ആയി കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അവരവരുടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്. എനിക്ക് എന്റെ ബിലവഡ് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണെങ്കിൽ ബിലവഡിന് ഞാനൊരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്, ഒരു ഹെർമിറ്റേജ് ആണ്, ഒരു പ്രൈവറ്റ് സാങ്ച്വറി ആണ്. അപ്പൊ ശരിക്കും ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസയില് എങ്ങനെയാണ് ഒരു പാറ്റേൺ ഞങ്ങൾ ഏർത്തിലുള്ള ആളുകൾക്ക്, ഏർത്തിലുള്ള എല്ലാ പേർക്കും, കൺട്രീസിലുള്ള, ടൗൺസിലുള്ള, കോർട്സിലുള്ള ലവേഴ്സിന് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ലവ് ഒരു മോഡൽ ആവുകയാണ്, ഒരു പാറ്റേൺ ആവുകയാണ്. സോ ഇതാണ് ഈ പോയത്തിൽ ബേസിക്കലി പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പോയത്തിന്റെ ആ ഒരു തീമാറ്റിക് അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.